ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വുഡിൽ എങ്ങനെ പി യു പെയിൻറ്റ് അടിക്കണമെന്നാണ്. വുഡിൽ എല്ലാവരും പി യു പെയിൻറ്റ് അടിക്കാറുണ്ട്. പക്ഷേ പി യു പെയിൻറ്റ് അടിച്ചു വരുമ്പം സാധാരണ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പുറത്തേക്കുള്ള കതക് അതിനൊക്കെയാണ് സാധാരണ ഇപ്പം ആൾക്കാർ കൂടുതൽ ജനലിനും അതിനൊക്കെയാണ് പി യു പെയിൻറ്റ് ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബെഡ്റൂമിനും ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ തടിയിലുണ്ടാക്കിയിട്ട് അതിന് പി യു പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഞാനൊരു വീടിൻ്റെ വർക്ക് നോക്കാൻ പോയി. ഇവിടെ അടുത്ത് തന്നെ ഒരു 10-15 കിലോമീറ്റർ ദൂരെ ഒരു വലിയ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനലും ഡോറൊക്കെ ഉണ്ട്. ഡോറെന്നൊക്കെ പറഞ്ഞാൽ ഒരു ജനൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 4 അടി 5 അടി വീതിയും ഒരു 7 അടി ഹൈറ്റ് ഉണ്ട്. ഒരു ജനൽ എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ അതേ സെയിം വലിപ്പം, ഏകദേശം അതിൽ അത്ര തന്നെ വലിപ്പമുണ്ട് ഒരു ജനൽ. അപ്പോൾ അവിടെ കുറേ പേര് വന്നിട്ട് പണിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു സാമ്പിൾ അടിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ സാമ്പിൾ അടിച്ച് കൊടുക്കാൻ ആ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞ സാമ്പിളൊന്നും അടിക്കാൻ പറ്റില്ല, നമ്മൾ ഏകദേശം ഇതിൻ്റെ റേറ്റ് എത്രയാവുമെന്ന് വേണം പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ മുന്നേ സാമ്പിൾ അടിച്ച് ഒരു 6 മാസം മുമ്പ് സാമ്പിൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനലൊക്കെ അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കുന്നത് അടിച്ച സംഭവമൊക്കെ വൈറ്റ് പെയിൻ്റ് അടിച്ചിന്, ഓഫ് വൈറ്റായിട്ട് അടിച്ച് അതൊക്കെ ഒരു മഞ്ഞ ഷെയ്ഡായിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തെ ഡോറും ജനലും അത് അടിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഡോർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയ്ഡ് മാറിയിട്ടുണ്ട്, വൈറ്റ് കളറായിട്ടുണ്ട്. അവർ ചോദിച്ചു എന്താ ഇതിങ്ങനെ വരാൻ ചാൻസ്, എന്താ കാരണമെന്ന്. നമ്മൾ കാര്യമായിട്ട് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. നമ്മൾ വേണമെങ്കിൽ ചെയ്തു തരാം, ഈ പ്രശ്നമില്ലാതെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുമായിട്ടുള്ള റേറ്റ് ഒക്കുന്നില്ല. അവർക്ക് നല്ല രീതിയിൽ ചെയ്ത് കിട്ടും വേണം, പക്ഷെ നമ്മളുമായിട്ടുള്ള റേറ്റ് ഒക്കാത്തതുകൊണ്ട് ആ വർക്ക് ഇതായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ചില ഭാഗങ്ങൾ നല്ലപോലെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, ചില ഭാഗങ്ങളിൽ താരതമ്യേന ഡാർക്ക് ഷെയ്ഡ് കുറവാണ്. ആ ഒരു വൈറ്റിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് ഫിനിഷ് ചെയ്തതിൻ്റെ. അപ്പോൾ അവിടെ ഉപയോഗിച്ചുള്ള തേക്ക് വുഡിന് ചില പീസിന് നല്ലപോലെ എണ്ണമയം ഉണ്ടാവും. ഈ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ് തേക്ക് വുഡിന്. നമ്മളിപ്പോൾ ഈ തേക്ക് വുഡിൻ്റെ ഒരു തടിയൊക്കെ അടുപ്പിലൊക്കെ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഓയിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തീൻ്റെ ആ ഒരു ബൗണ്ടറി, ആ തീ കത്തുന്ന ആ ഏരിയയിൽ എണ്ണ ഇങ്ങനെ ഉറ്റും. തേക്ക് തടിക്കാന്ന് കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ അതിന് പുകച്ചൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തേക്ക് വിറക് അധികം ആരും ഉപയോഗിക്കില്ല. എന്താണ് ഈ എണ്ണ കൂടുതലായതുകൊണ്ട് പുകച്ചലും അതുപോലെ തന്നെ ആ ഒരു ഇതായിരിക്കും, നല്ലപോലെ കത്തൂല, പുകഞ്ഞ് കത്തും. അപ്പോൾ എണ്ണ അതിൻ്റെ അതിങ്ങനെ ഉറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ തേക്ക് വുഡിന് ഏറ്റവും കൂടുതൽ എണ്ണ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമലി സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ കറ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും, തേക്കിൻ്റെ കറ. അപ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്യൽ എന്നപ്പോൾ വലിയ കുഴിയിലൊക്കെ ബോഡി ഫില്ലർ ഇടും. ആദ്യം തന്നെ ബോഡി ഫില്ലർ ഇടും. എന്നിട്ട് അത് സാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് NC പുട്ടിയിട്ട് അതിൻ്റെ മേലെ NC പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിക്കും. അപ്പോൾ NC പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രൈമർ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തേക്ക് യെല്ലോ ഷെയ്ഡ് വരും. പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരും. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ഒരു സുഹൃത്ത് അടുത്ത ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് എത്ര അടിച്ചിട്ടും കവറാകുന്നില്ല, ഈ കളറ് പുറത്തേക്ക് വരുന്നു, എന്താ ഇപ്പോൾ ചെയ്യാന്ന്. ഇതേ പ്രശ്നം തന്നെ. അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തേക്ക് വുഡിനെ ഉണ്ടാൽ താരതമ്യേന ബാക്കിയുള്ള വുഡിനൊക്കെ ആക്കേഷ്യ ആയാലും മാഞ്ചി താരതമ്യേന ഈ തേക്ക് അതുപോലെ തന്നെ പ്ലാവിനും ഉണ്ടാവും. പ്ലാവിന് അതിൻ്റെ ഒരു കളർ തന്നെയാണ് പുറത്തേക്ക് വരില്ല, അതിനൊരു യെല്ലോ കളറില്ല. അത് പെട്ടെന്ന് അത് ഓയിലായിട്ടല്ല, പക്ഷേ ആ കളറ് പുറത്തേക്ക് വരും. ഈ എണ്ണമയത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അവർ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നും കൂടി 2K പ്രൈമർ ഒന്ന് ആ കാണുന്ന ഭാഗം ഒന്ന് അടിച്ച് നോക്ക്, അന്നേരം ചിലപ്പോൾ താരതമ്യേന പ്രശ്നം കുറവായിരിക്കും. അപ്പോൾ അവരടിച്ചിട്ട് പറഞ്ഞു ഇല്ല പറ്റുന്നില്ല, അത് പിന്നെയും കളറ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അഥവാ ക്ലിയർ ആയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം. ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല, ക്ലിയറായി കാണും, ഇല്ല അടുത്ത ദിവസം കോൺടാക്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, ഇതുപോലെ തടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം അക്കേഷ്യ വുഡാണ്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് തടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ സാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് സാൻഡ് ചെയ്യുക. എത്രത്തോളം ആ മരം എത്രത്തോളം ഗ്ലാസ് ഫിനിഷിലേക്ക് വരുന്ന ആ ഒരു ലെവലിലേക്ക് വരുന്ന അതിനനുസരിച്ച് സാൻഡ് ചെയ്യുക. അതിനുശേഷം വലിയ ഹോളൊക്കെയാണ് ബോഡി ഫില്ലർ ഇടുക.
ബോഡി ഫില്ലർ ഇടുക. ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വല്ല ബോഡി ഫില്ലർ ഇടുന്നതിന് മുന്നേ ആയാലും കുഴപ്പമില്ല, സാൻഡ് ചെയ്തതിന് ശേഷം ആയാലും കുഴപ്പമില്ല, നമ്മൾ അതിലേക്ക് ഒന്നിക്ക് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രൈമർ നമുക്ക് ബ്ലോക്ക് പ്രൈമറായിട്ട് നമുക്ക് ഇൻസുലേറ്റർ, അതുപോലെ തന്നെ ഇപ്പോൾ PU സീലർ, PU എന്ന് ലക്ഷറി PU സീലർ, എംബോറിയസ് സീലർ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള സാൻഡിങ് സീലർ വരെ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഈ വെളിയിലേക്ക് കറ വെളിയിലേക്ക് വരില്ല. അതേസമയം NC പ്രൈമർ അടിച്ചു കഴിഞ്ഞാലോ പുട്ടിയിടുക, NC പ്രൈമർ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഈ കറ പുറത്തേക്ക് ഇങ്ങനെ വെളിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് സാൻഡിങ് സീലർ വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പക്ഷേ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വർക്കിൽ ഒരിക്കലും സാൻഡിങ് സീലർ ഞാൻ ഉപയോഗിക്കാൻ പറയില്ല. അതിന് നമുക്ക് ലക്ഷറി PU സീലറോ അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറേനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ മുകളിൽ NC പ്രൈമറോ PU പ്രൈമറോ 2K പ്രൈമറോ 2K പ്രൈമറാണ് കുറച്ചും കൂടെ നല്ലത്. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ 2K പ്രൈമർ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ പുറം ഭാഗങ്ങളിലൊക്കെ അതാണ് നല്ലത്. അപ്പോൾ പുറം ഭാഗങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഇൻസുലേറ്ററോ അല്ലെങ്കിൽ ലക്ഷറി PU സീലറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ PU പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല, 100% ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾ തെറ്റായിട്ട് നമ്മൾ സാധാരണ ക്ലിയർ പോളിഷ് ചെയ്യുമ്പോൾ ഇൻസുലേറ്ററൊക്കെ ഉപയോഗിക്കും. ഇൻസുലേറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ അകത്തുനിന്നുള്ള ആ ഒരു ഇതും പുറത്തേക്ക് ഗ്രെയിൻസ് പോലും അവിടെ ഡിമ്മാവുകയാണ് ചെയ്യുന്നത്. ഇൻസുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വുഡിൻ്റെ നാച്ചുറൽ ഗ്രെയിൻസ് ഉണ്ട്, ആ ഗ്രെയിൻസിൻ്റെ ആ ഒരു കളറ് ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഗ്രെയിൻസിൻ്റെ ഇത് കുറയും, ആ വിഷ്വൽസ് കുറയും. അതാണ് ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു, അപ്പോൾ ഇത് ഇറങ്ങി. നമ്മൾ പിന്നെ ഈ എന്ത് തേക്ക് വുഡായാലും എന്തായാലും നമ്മൾ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വർക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തുകൊണ്ട് NC തിന്നർ അപ്ലൈ ചെയ്യുക. പറ്റുമെങ്കിൽ ഇപ്പോൾ 58 നമ്മളെ ഫസ്റ്റ് ക്വാളിറ്റി NC തിന്നറിനെ ആദ്യം വുഡിൽ സാൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണമയൊക്കെ കുറേ ഒരു പരിധി വരെ ഉള്ളിലേക്ക് വലിയും. നമ്മൾ ഇൻസുലേറ്റർ അടിക്കുന്നതാണെങ്കിൽ വേണ്ട, ഇൻസുലേറ്റർ അടിക്കാതെ നമ്മൾ PU സീലറൊക്കെ എന്നപ്പോൾ ലക്ഷറി PU സീലറൊക്കെ അടിച്ചിട്ട് നമ്മൾ പോളിഷ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് തിന്നർ വെച്ചിട്ടൊന്ന് തുടക്കുക. തിന്നർ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അന്നൊരു ഗ്രെയിൻസ് ഡിമ്മാകുന്നത് പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ PU പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗ്രെയിൻസൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഇൻസുലേറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ ഉപയോഗിക്കുമ്പോൾ മൊത്തം ഡിമ്മാവും. ശരിക്കും ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡിമ്മാവും. അതുവരെ നമ്മൾ PU സീലർ അടിക്കുമ്പോൾ പിന്നെയും നമ്മൾ അത്ര തന്നെ ആ ഫ്രഷ് മരത്തിന് ആദ്യം ഉള്ള മരത്തിൻ്റെ ആ ഗ്രെയിൻസ് ഒന്നും അതിൽ കാണത്തില്ല, കുറച്ച് ഡിമ്മായിട്ടാണ് കാണൽ, ലൈറ്റായിട്ടാണ് കാണൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നവരുണ്ട്, ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാവും. ഇൻസുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഗ്രെയിൻസൊക്കെ കുറച്ച് മങ്ങും. അതേസമയം നമ്മൾ PU സീലറാണ് ഉപയോഗിക്കുന്നത്, ഗ്രെയിൻസ് നല്ല ഡാർക്ക് ഉണ്ടാവും, നല്ല ഗ്രെയിൻസൊക്കെ തെളിഞ്ഞ് വരും. അങ്ങനെ രണ്ട് ഇത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഫ്ലൈവുഡിന് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈവുഡ് ആയാലും നമ്മൾ അതിന് ഇതുപോലെ ബ്ലോക്ക് പ്രൈമർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബർജറിന് ബ്ലോക്ക് പ്രൈമർ ഉണ്ട്. നമുക്ക് ബ്ലോക്ക് പ്രൈമറായിട്ട് ഞാൻ പറഞ്ഞില്ല ലക്ഷറി PU സീലർ ഉപയോഗിക്കാം, എംബോറിയസ് സീലർ ഉപയോഗിക്കാം. അപ്പോൾ ഇൻസുലേറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചില ആൾക്കാർ അപ്പോൾ നമ്മൾ ജിക്സം ബോർഡിന് പെയിൻ്റ് അടിക്കുമ്പോൾ ബാർഡർ ബേസ് സിമെൻറ്റ് പ്രൈമറാണ് അധികം ഉപയോഗിക്കല്. എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓയിൽ ബേസ് സിമെൻറ്റ് പ്രൈമറാണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും ഓയിൽ ബേസ് സിമെൻറ്റ് പ്രൈമറാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വാളിൽ പെയിൻ്റ് അടിക്കുന്നത്, അതുപോലെ തന്നെ വുഡ് നമ്മൾ സിമെൻറ്റിൻ്റെ വുഡില്ലേ അതൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഓയിൽ ബേസ് സിമെൻറ്റ് പ്രൈമർ. ഏഷ്യൻ ഉണ്ട്, മിക്ക കമ്പനിക്കും ഉണ്ട് ഓയിൽ ബേസ് സിമെൻറ്റ് പ്രൈമർ. നമ്മൾ വാട്ടർ ബേസ് അടിക്കരുത്. വാട്ടർ ബേസ് അടിക്കുമ്പോൾ നമ്മൾ അതിന് ഷെയ്ഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ആ ഷെയ്ഡും കാര്യങ്ങളും നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ എത്ര അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കവറിങ് ആ ഒരു ക്ലിയർ കിട്ടില്ല. നമ്മൾ റോളറിൽ ഒന്തിക്കഴിഞ്ഞാൽ 2-3 ഷെയ്ഡൊക്കെ നമ്മൾ തിളങ്ങുന്ന ഇതൊക്കെ ഈ റോയൽ എമൽഷൻ അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് ആയിട്ടുണ്ടാകും. നമ്മൾ ഒരു സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും ആ പ്രശ്നം ഉണ്ടാവില്ല. അതിന് നമ്മൾ ഈ പ്രൈമർ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രൈമർ അടിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് പ്രൈമർ അടിക്കുന്നത് ശ്രദ്ധിക്കണം. പ്രൈമർ കറക്റ്റ് ഉപയോഗം കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു തടി അത് സാൻഡിങ് സീലർ ഉപയോഗിച്ചിട്ടോ
അതല്ലെങ്കിൽ ഇന്നിപ്പോൾ എംബോറിയോ ഉപയോഗിച്ചിട്ടോ ഇന്നിപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല സാൻഡിങ് ആ ഒരു മെത്തേഡെല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. സാൻഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 36-ൻ്റെ പേപ്പർ ഉപയോഗിച്ചിട്ട് 1/1 ആയിട്ട് പോളിഷ് ചെയ്യുന്ന വലിയ ഡോറൊക്കെ ഗ്ലാസ് ലെവലിലേക്ക് ലെവൽ ചെയ്തിട്ട് പോളിഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം ചീകാൻ വേണ്ടി ഞാൻ അധികം എല്ലാവരും ചീകുന്നത് കണ്ടിട്ടുണ്ട്. ചീകുമ്പം നമ്മൾ ബ്ലേഡ് ആ ഒരു എങ്ങനെ ഷാർപ്പ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം പോളിഷ് ചെയ്യുന്നവർക്കും ഒരുപാട് പേര് ഒക്കെ അറിയുന്നവരുണ്ടാകും. പക്ഷേ അതിൻ്റെ ശരിയായ ടെക്നിക്ക് ഞാൻ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും അത് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയോ ടൈം നമുക്ക് ഉളീൻ്റെ ആ ഒരു ഷാർപ്നെസ് ആ മൂർച്ച പോവാത്ത രീതിയിൽ നമുക്ക് ചീകിയെടുക്കാൻ പറ്റും. അതും നമ്മൾ പ്ലെയിനർ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പാടുണ്ടാവില്ല, കളിയുണ്ടാവില്ല. ഞാൻ പിന്നെ അധികം ചീകിയിട്ട് പണിയെടുക്കണമെന്ന് പറയാറില്ല. എന്താണ് നമ്മൾ ചീകുമ്പോൾ അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ചീകുമ്പോൾ നമ്മൾ ആ പുട്ടീൻ്റെ അഡ്ജ്മെൻറ്റ് ആ ഒരു ബൗണ്ടറിയിൽ നഷ്ടപ്പെടും. പുട്ടിക്ക് ഒരു കൃത്യമായ ഒരു ഷേപ്പിൽ ഒരു ബൗണ്ടറിയിൽ പുട്ടി നിൽക്കാതെ വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലം എല്ലാം ഉണ്ടാവും. ഞാനധികം ചെയ്യുന്നത് 36-ൻ്റെ പേപ്പറിട്ട് സാൻഡി ചെയ്ത് അങ്ങനെ 1/1 36, 60, 120, പിന്നെ 120-ൻ്റെ വെൽക്രോ 220 അങ്ങനെ ഇട്ട് നല്ല ഗ്ലാസ് ലെവലിൽ ചെയ്ത് അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ അധികം ആൾക്കാരിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കംപ്രസറും ഗണ്ണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കംപ്രസർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. കംപ്രസർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കംപ്രസറിൻ്റെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഗണ്ണ് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണുക. അത് ഞാൻ അപ്ലോഡ് ചെയ്ത ദിവസം അങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട് അധികം ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടില്ല വീഡിയോ. അപ്പോൾ മാക്സിമം എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ. എനിക്കറിയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ബാക്കി ഒരുപാട് പേരെടുക്കുന്ന കിട്ടിയ അറിവുകൾ ഞാനായി കണ്ടുപിടിച്ച അറിവുകളൊന്നുമല്ല. ഒരുപാട് അനുഭവത്തിൽ തോന്നിയ നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെടുക്കുന്ന പകർന്നു കിട്ടിയ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിരിക്കും. ഇതിലും ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ടാവാം. എന്നിരുന്നാലും എനിക്ക് കുറച്ചൊക്കെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും. താങ്ക് യു, ബൈ.